വങ്കട മേടിച്ച് ചട്ടിയിലാക്കി വെട്ടാനായിട്ട് പോയിരിക്കുമ്പോഴേ സ്ഥിരമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനിനി ഈ മീൻ വാങ്ങൂല. എന്തൊരു പാടാ ഇത് മുറിച്ചെടുക്കാനൊക്കെ ആയിട്ട്. ഇത് വളരെ പാടുപെട്ട് വെട്ടുന്ന സമയത്ത് പിച്ചാത്തി എങ്ങണം കയറി കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ കൈയുടെ കാര്യം ഏകദേശം തീരുമാനമാവും. അങ്ങനെയൊക്കെ വിചാരിച്ച് വളരെ പാടുപെട്ട് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കറിയാക്കി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ചിന്ത ഞാൻ പാടേ മറന്നു പോകും കേട്ടോ. പിന്നെയും ചന്തയിൽ ചെല്ലുമ്പം നല്ല അഴകുള്ള മങ്കട ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ അറിയാണ്ട് മേടിച്ചു പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴത്തിന് വങ്കടക്കറിയാണ് കേട്ടോ. അതിനി വെട്ടാനുള്ള പുറപ്പാടാണ്. ആദ്യമേ ഉണ്ടല്ലോ, ഈ മീനെ എടുത്ത് ഇതിൻ്റെ സൈഡിൽ രണ്ട് ഭാഗത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. പക്ഷേ എന്തോരം പാടുപെട്ടിട്ടും എത്രയൊക്കെ മുറുക്കി പിടിച്ചിട്ടും ഇത് ഫുള്ളായിട്ടൊന്ന് തൊലിയിച്ചെടുക്കാൻ എനിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല കേട്ടോ. എന്നാലും ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പിച്ചാത്തി വെച്ച്, അതിനു മുന്നേ ഒരു കാര്യം പറയാം, നല്ല മൂർച്ചയുള്ള പിച്ചാത്തി ആയിരിക്കണം. എന്നാലും നമ്മുടെ കയ്യിൽ കൊള്ളാനും പാടില്ല. പിച്ചാത്തിക്ക് നല്ല മൂർച്ചയായിരിക്കുമ്പോൾ മനസ്സിലൊരു പേടിയാണ്, എങ്ങാനും തിരിഞ്ഞ് കൈ കൊണ്ടാലോ എന്ന്. അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല സൈഡ് രണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ആ തലഭാഗത്തുള്ള ആ ഒരു പോർഷനും കൂടെ നമുക്കൊന്ന് ഇരിഞ്ഞെടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ വെട്ടിയിട്ടുള്ള മീനുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പാടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ മങ്കടയുടെ തൊലി ഇരിഞ്ഞെടുക്കുക എന്നുള്ളത് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ചിലർ നല്ല ഈസി ആയിട്ട് ഉരിഞ്ഞെടുക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒറ്റ പിടിക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാടാണ്. ഇതിൽ ചില നൊന്ത മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തോലിൽ കുറച്ച് മാംസം പറ്റിയിരിക്കുമല്ലോ. ആ ഒരു കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പിടിക്കുന്ന പിടി പെട്ടെന്ന് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഊരിപ്പോരും. അപ്പോൾ അതൊക്കെ ഊരിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞെടുക്കണം. ഇതിനകത്ത് ഏകദേശം ഒന്ന് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മൾ തല അങ്ങോട്ട് മുറിച്ചെടുക്കണം. ഈ മീന് തലഭാഗം മുറിക്കുന്ന സമയത്ത് ഇനി ഫുള്ളും കത്തി വെച്ച് മുറിച്ചെടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മീനിൻ്റെ വയറിൻ്റെ ഭാഗം വെച്ചിട്ട് അടർന്നു പോകാതെ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വയറ്റിലെ ആ കുടലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയണം. എനിക്കിതിൻ്റെ തല പൊതുവേ എല്ലാ മീനിൻ്റെയും തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂരയാണെങ്കിലും വങ്കടയാണെങ്കിലും അയിലയാണെങ്കിലും മത്തിയാണെങ്കിലും എല്ലാം ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ അതിൻ്റെ മണ്ടഭാഗം വെച്ചും എടുക്കാറുണ്ട്. കറിയിലിട്ട് കഴിക്കുകയും ചെയ്യും, അല്ലാണ്ട് ചിലപ്പം പൊരിച്ച് കഴിക്കുകയും ചെയ്യേ. എന്താണെന്നറിയത്തില്ല, പണ്ട് തൊട്ടേ അമ്മയൊക്കെ അങ്ങനെ ചെയ്ത് തരുമ്പോഴും നല്ല ടേസ്റ്റാണ്. ചിലപ്പം പച്ചക്കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ പൂവെടുത്ത് കളയണം മീനിൻ്റെ തലയുടെ എന്ന് പറയും. ചില സമയത്ത് ഞാൻ പൂവ് വെച്ചെടുക്കാറുണ്ട് കേട്ടോ, നല്ല മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ മങ്കട മീനൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. കറിക്കുള്ളതും നമ്മൾ ആക്കിയിട്ടുണ്ട്. ബാക്കി ആ 4 മീനിൻ്റെയും വാല് ഭാഗം ഞാൻ പൊരിക്കാനും എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സ്ഥിരമായിട്ട് മുളക് അരച്ചിട്ടാണ് വെക്കാറുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിപ്പഴം ഇട്ട് നല്ല ഉടങ്കൊല്ലി മുളകുണ്ടല്ലോ, ഉണ്ടമുളക്, മണമുള്ള മുളകുണ്ടല്ലോ, അതും ഇട്ട് നമ്മൾ പച്ച അരച്ച് കൂട്ടാൻ വെക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് പച്ചത്തക്കാളിയും അധികം മൂക്കാത്ത പഴുക്കാത്ത തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു 3-4 എണ്ണം, 3-4 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുളകും, പഴുത്ത മുളകും പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ, അതും ഒന്ന് കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ തേങ്ങ തിരുമുന്നുണ്ടായിരുന്നു കേട്ടോ. തേങ്ങ തിരുമ്മിക്കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പം നമ്മളിനി അതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. മീൻ അവിടെ വെള്ളത്തിൽ കിടക്കുവാണേ. അപ്പോൾ അമ്മ തേങ്ങ കൊണ്ടുവച്ചു. നമ്മളിനി തേങ്ങ എടുത്ത് ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അധികം മൂക്കാത്ത തേങ്ങ ആയതുകൊണ്ട് ഒരു നല്ല ഉണക്ക തേങ്ങ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ ചട്ടിയിലോട്ട് പറക്കിയിട്ടു. അതിലോട്ട് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളോട് അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി കൊത്തി അരിഞ്ഞിടുന്നുണ്ട്. ഞാൻ ഈ ഇഞ്ചി അരപ്പിനൊപ്പം അരച്ചില്ല കേട്ടോ. ഇങ്ങനെ കൊത്തി അരിഞ്ഞിടുമ്പോൾ നമ്മൾ കറി ചാറൊക്കെ കുടിക്കുന്ന സമയത്ത് ഈ ഇഞ്ചിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയല്ലേ, ആ ഒരു മണവും ഒക്കെ കിട്ടും. അപ്പം നമ്മൾ തേങ്ങ അരച്ച് എപ്പോൾ മീൻകറി വെച്ചാലും ഇതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിടാറുണ്ട്. അപ്പം ഞാൻ അരപ്പ് അധികം അങ്ങോട്ട് വെള്ളം ചേർത്ത്
അരച്ചില്ല കേട്ടോ. നമ്മളൊരു കുഴമ്പ് പരുവത്തിൽ ഒന്ന് അരച്ചിട്ട്, നന്നായിട്ടങ്ങ് അരച്ചില്ല, എന്നാലും അരഞ്ഞു, അങ്ങനെ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അധികം അങ്ങ് മഷി പോലെ അരയ്ക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഒരു ഇത്തിരി കൊത്തനും പിരിയും പോലെയൊക്കെ കിടക്കണം. പിന്നെ നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് വിട്ട് കൊടുത്തു. ഇനി ഒരു ഐറ്റം കൂടി നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തില്ല, അത് മുറ്റത്ത് നിൽക്കുന്നത് കൊണ്ട് പറിച്ചിട്ട് വരണമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ അതെല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് കൂട്ടി ഇളക്കി എടുത്തു. സ്പൂൺ കൊണ്ടൊന്നും നമ്മൾ ഇളക്കാറില്ല, കൈ കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ കറിവേപ്പിലയും പിച്ചിക്കൊണ്ട് വന്ന് അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചട്ടിയോടെടുത്ത് അടുപ്പിലങ്ങോട്ട് വെക്കാൻ പോവാണ്. കുറച്ചുകൂടി ഒരു വലിയ ചട്ടി ആയിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിളച്ച് തൂവാനൊന്നും സാധ്യതയില്ല. ഇതിപ്പം ചട്ടിയുടെ അത് ഞാൻ കലക്കി കഴിഞ്ഞിട്ടാണ് ഓർത്തത് കേട്ടോ. പിന്നെ ഞാൻ ചട്ടി മാറ്റാനൊന്നും പോയില്ല. അടച്ച് വെക്കണ്ടാലോ, കുറച്ചൊന്ന് പാതി ഒരു ചെറുവാതിലിട്ട് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ഞാനൊരു ചെറിയ അടപ്പ് പാത്രമൊക്കെ എടുത്ത് അടച്ച് വെച്ചു. പിന്നെ നമ്മൾ ഇടിക്കുന്നത് നമ്മുടെ മീൻ പൊരിക്കാനുള്ള അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുരുമുളകും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് മീനിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഞാൻ ആദ്യം കരുതി ഈ മീൻ നമുക്ക് നാളെ പൊരിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞാനിത് പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്കിനും എൻ്റെ മീനാക്ഷിയമ്മ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, രാധികമ്മച്ചി അപ്പോൾ ഇന്ന് മീൻ പൊരിച്ചതുണ്ടല്ലോ ചോറ് കഴിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ പൊരിക്കാൻ മക്കളെന്ന് പറഞ്ഞു വേണ്ട ഇന്ന് വേണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ നമുക്ക് ഇന്ന് അങ്ങ് പൊരിച്ചെടുക്കാം എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ഒന്ന് മീനിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് അനങ്ങാണ്ട് വെച്ചേക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ആയി വരട്ടെ. അപ്പോൾ ഇതേപോലെ നമ്മുടെ അരപ്പൊക്കെ മീനിലോട്ട് പുരട്ടി വെക്കുമ്പോൾ ഇത്തിരി സമയം ഒന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിന്ന് പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. 150 രൂപയുടെ പച്ചക്കറി കിറ്റാണ് കേട്ടോ ഇത്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാം ഓരോന്നോട്ട് അങ്ങോട്ട് സെപ്പറേറ്റ് ഓരോന്ന് പറക്കി ഓരോ പാത്രത്തിലാക്കി വെക്കാവേ. ഈ നമ്മുടെ വെണ്ടയ്ക്കയും അമരയ്ക്കയും പെട്ടെന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ ഞാനിത് പെട്ടെന്ന് എടുക്കും. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പാകത്തിനായിട്ട് ഓരോന്നും ഓരോ പാത്രത്തിലാക്കി അങ്ങോട്ട് വെക്കുന്നുണ്ട്. പച്ചമുളക്, നമ്മുടെ വെണ്ടയ്ക്ക, അമരയ്ക്ക, ക്യാബേജ് ഞാൻ ആ സൈഡിൽ വെക്കും കേട്ടോ, നാളെ തോരനാക്കാൻ വേണ്ടി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ആ പച്ചക്കറി ഇടുന്ന ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിരുന്ന് കഴിഞ്ഞാൽ അതിൽ കിടന്ന് ഉണങ്ങി ചുരുണ്ട് കൂടി പോകും, പെട്ടെന്ന് ശ്രദ്ധിക്കത്തതുമില്ല. അപ്പോൾ അതൊക്കെ പറക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇനി നമുക്ക് മീൻ പൊരിക്കാനുള്ള വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് മീനൊക്കെ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാവോ. മീൻ പെറുക്കിയിട്ടിട്ട് നമ്മൾക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ അവിടെ നിന്ന് വേവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞ് എല്ലാം വാങ്ങി വെച്ച് ഇനി കുഞ്ഞുങ്ങൾക്കുള്ള ചോറൊക്കെ അങ്ങോട്ട് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയും ആയി, മീൻ പൊരിച്ചതുമായി, വേറെ കൂട്ടാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിലോട്ട് നമ്മൾ കറിയൊക്കെ അങ്ങോട്ട് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അത്താഴ വിശേഷങ്ങളെ. ചോറിന് മുകളിലോട്ട് നമുക്കിനി ഒരു കഷ്ണം മീനങ്ങോട്ട് വെക്കാം. മീനാക്ഷി അമ്മയ്ക്ക് പൊരിച്ച മീനിനാണ് ഏറ്റവും ഇഷ്ടം, കറി വെച്ചതിനേക്കാട്ടിലും ഇഷ്ടം പൊരിച്ച മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീനെ കറി വെച്ചത് എടുത്തുള്ളൂ, കുറച്ച് ചാറും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ പൊരിച്ച മീനോട് ഒരെണ്ണം അങ്ങോട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളെ. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്കിനി വേറൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാമേ. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ടാറ്റാ.